വിഷ്ണുജിത്ത് എവിടെ? ആ ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. മലപ്പുറം പള്ളിപ്പുറത്തു നിന്നും കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് പോയതായാണ് സംശയം. കാണാതായ കഴിഞ്ഞ ബുധനാഴ്ച വിഷ്ണുജിത്ത് പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ബസ് കയറുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. CCTV ദൃശ്യങ്ങളിലുള്ളത് വിഷ്ണുജിത്ത് തന്നെയാണെന്ന് കുടുംബം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിഷ്ണുജിത്തിന്റെ തിരോധാനം മലപ്പുറം ഡിവൈഎസ്പിക്ക് കീഴിലുള്ള 10 അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. വിവാഹാവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പോയ വിഷ്ണുജിത്തിനെ സെപ്റ്റംബർ 4-നാണ് കാണാതാവുന്നത്. അന്നേ ദിവസം രാത്രി 7:45 പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. CCTV ദൃശ്യങ്ങളിലുള്ളത് വിഷ്ണുജിത്ത് തന്നെയാണെന്ന് കുടുംബം സ്ഥിരീകരിച്ചു. വിഷ്ണുജിത്തനാണോ CCTV? അതവൻ തന്നെ. കോയമ്പത്തൂർക്ക് ഇതുവരെ ഇതിനു മുമ്പ് പോയതായിട്ടുള്ള അറിവ് നമുക്കില്ല. അവനവിടെ ഫ്രണ്ട് ഉണ്ടോന്നോ അങ്ങനെ ഒരു കാര്യം അറിയില്ല. വെള്ള ഷർട്ടും പിന്നെ ബനിയൻ ക്ലോത്തിന്റെ പാൻറ്റും. ഇവിടുന്ന് പോകുമ്പോൾ ബാഗില്ല. പുറത്തിറങ്ങുന്ന മാതിരി അങ്ങനെയാണ് പോയത്. പോകുന്നതിന്റെ തലേ ദിവസം അവന്റെ ചേച്ചീനോടും കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. കോയമ്പത്തൂരിൽ വിഷ്ണുവിന് അടുത്ത കുടുംബങ്ങളോ സുഹൃത്തുക്കളോ ഉള്ളതായി അറിവില്ലെന്ന് കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോയമ്പത്തൂർ നമുക്ക് പരിചയക്കാരുമില്ല. കിവിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അവൻ കോയമ്പത്തൂരാണോ എന്ന് എനിക്കറിയില്ല. അവൻ തമിഴാണ്. അല്ലാണ്ട് വേറെ ആരും കോയമ്പത്തൂരുള്ളതായിട്ട് നമുക്കറിയില്ല. പിന്നെ നമ്മുടെ ഒരു അമ്മാവനുണ്ട്. പക്ഷേ അമ്മാവൻ സേലത്താണ്, കോയമ്പത്തൂരല്ല. കാണാതായ ദിവസം രാത്രി 8:10 വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത്. വാളയാർ ഹൈവേയിൽ പുതുശ്ശേരിക്ക് സമീപം വെച്ച് ഫോൺ ഓഫായതിനാൽ കോയമ്പത്തൂർ റൂട്ടിലാണ് വിഷ്ണുജിത്ത് യാത്ര ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതും. റിപ്പോർട്ടർ, മലപ്പുറം.